ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ട്രിപ്പ് വ്ളോഗായിട്ടാണ് കേട്ടോ. ട്രിപ്പല്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിലോമീറ്റർ താണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഇരിട്ടി പുന്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മന്തീൻ്റെ ഒരു സ്പോട്ടുണ്ട്. നല്ല അടിപൊളി മന്തിയാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലമായി പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ എല്ലാ അമ്മായിമാരും ഒന്നിച്ചുണ്ടായിരുന്നു. നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്തിട്ടൊന്ന് അവിടെ പോകണം, മന്തി കഴിക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ അഞ്ചരക്കണ്ടിയിൽ നിന്ന് നേരെ ഇരിട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇരിട്ടി എത്തണ്ട, ഇരിട്ടിൻ്റെയും അതുപോലെ മട്ടന്നൂരിൻ്റെ ഒക്കെ ഇടയിലായിട്ട് വരും കേട്ടോ ഈ ഒരു സ്പോട്ട്. അപ്പോൾ നല്ല അടിപൊളി മന്തി കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ഇവിടെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഏട്ടൻ്റെ ഭാര്യമാരും കുട്ടികളും പിന്നെ ഇത് അനിയനും എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ദിവസം ഉച്ചക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാത്ത അവിടെ മന്തി കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മന്തി സ്പോട്ട്. ബേറൂത്ത് മന്തി എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി പാർക്കിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടും എല്ലാവരും ഒക്കെ വന്നിട്ട് എല്ലാവർക്കും ഫുഡ് അടിക്കാം. അപ്പോൾ ഇവിടെ ഒരു വരുമ്പോൾ തന്നെ ഒരു വലിയൊരു സൈഡിലൊരു വലിയൊരു ഒട്ടകം ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഒട്ടകത്തിൻ്റെ മന്തി ഉണ്ടാവുന്നത്, ഒട്ടകത്തിൻ്റെ മന്തി കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ തന്നെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. നല്ല ആളുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടൈമിലും ഇവിടെ നല്ല റഷാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള ഒരു ആംബിയൻസ് ആണ് ഇത് കേട്ടോ. ഫുള്ള് ഇൻറ്റീരിയർ സെറ്റിങ്സ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ ഡൈനിങ് ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കൊന്ന് ഡൈനിങ് ടേബിളൊന്ന് സെറ്റാകാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ തലതിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഡൈനിങ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുട്ടികളും വലിയ ആളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളൊക്കെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇതാ ഇരുന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു നല്ലൊരു കരിങ്ങാണി വെള്ളം പോലത്തെ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഈ ഒരു മന്തിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു. നമ്മൾ സാധാരണ ചിക്കൻ മന്തിയും പിന്നെ ഒരു സ്പെഷ്യൽ ഹണി ചിക്കൻ മന്തി, ഇവരുടെ സ്പെഷ്യൽ ഹണി ചിക്കൻ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 ഫുള്ള്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മന്തി. സൂപ്പർ മന്തിയായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. കുട്ടികളും വലിയ ആളൊക്കെ നന്നായിട്ട് തന്നെ ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇക്കാൻ്റെ ഉമ്മയും വന്നിട്ട്, ഉമ്മാക്ക് മന്തി എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഉമ്മാക്കും വരാൻ നല്ല ഉത്സാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഇതാ എല്ലാം കൂടി ഒന്നിച്ച് സോസും അതുപോലെ കെച്ചപ്പും അതിൽ മയണസും എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട്, പിന്നെ വേറെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ. ഒരു ടച്ചപ്പ് പോലത്തെ ഒരു സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള അത് നല്ല അടിപൊളി സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ച് ഫുഡ് അടിച്ചു കേട്ടോ. മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയ ആൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. നമ്മൾ പിന്നെ പെപ്സിയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി പിന്നെ അവിടെയുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു ഒട്ടകം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുട്ടികളൊക്കെ കുറേ ഫോട്ടോ എല്ലാം എടുത്തു. നമ്മളും പിന്നെ ആ സൈഡിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ്. മെയിനായിട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ്, അടിപൊളിയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാനും ഇതാക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പാർക്കിങ്ങും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.